സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കില്ലെന്ന സർക്കാർ തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം. സാമൂഹ്യക്ഷേമ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ നേരിട്ടെത്തിക്കുന്നത് അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെയാണ് വിമർശനം ഉയരുന്നത്. ആധാർ ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൌണ്ടിലൂടെ മാത്രമായിരിക്കും ഇനി പെൻഷൻ ലഭിക്കുക. സഹകരണ ബാങ്കുകൾ വഴിയുള്ള വിതരണം അധിക ചെലവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പൂർണ്ണമായും കിടപ്പിലായ രോഗികൾക്ക് മാത്രം പെൻഷൻ തുക നേരിട്ട് വീടുകളിലെത്തിക്കും. റോഷിപാലുണ്ട്. റോഷിപാൽ, എന്താണ് ഇതിൽ പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനം? ഇതിൽ പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പെൻഷൻ ബാങ്കുകളിലൂടെ മാത്രം വിതരണം ചെയ്യുന്നത് എന്ന നിലപാടാണ്. അങ്ങനെ ഒരു ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി കിടപ്പ് രോഗികൾക്ക് മാത്രമല്ല, അവശത അനുഭവിക്കുന്നവരടക്കം പെൻഷൻ അവരുടെ വീടുകളിൽ എത്തുന്നുണ്ട്. അത് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഏതാണ്ട് 23 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇങ്ങനെയൊരു സഹായം ലഭിക്കുന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് പെൻഷൻ ബാങ്കുകളിലൂടെ മാത്രമായിരിക്കും എന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. അത് ആധാർ ലിങ്ക് ചെയ്ത ബാങ്കുകൾ എന്നാണ് പറയുന്നത്. നിലവിൽ ഉള്ള പല ഗുണഭോക്താക്കൾക്കും അങ്ങനെ പൊതുമേഖലാ ബാങ്കുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളിലോ സ്വകാര്യ ബാങ്കുകളിലോ അക്കൗണ്ട് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാന വെല്ലുവിളി. മാത്രവുമല്ല, പലർക്കും തൊട്ടടുത്ത് ATMകളില്ല, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി വിശ്വസ്തരായി ആശ്രയിക്കാൻ പറ്റുന്ന ആളുകളില്ല. അതുകൊണ്ട് അവർക്ക് ബാങ്കുകളിൽ നിന്ന് പണം എടുക്കുക അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ബാങ്കുകൾ വഴി വീടുകളിലേക്ക് പണം എത്തിക്കാനുള്ള തീരുമാനമെടുത്തത്. അങ്ങനെയാണ് സഹകരണ സംഘങ്ങൾ വഴി, സഹകരണ ബാങ്കുകൾ വഴി പണം അവിടുത്തെ ജീവനക്കാർ വിതരണം ചെയ്യും. അതുവഴി ഏതാണ്ട് ഓരോ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഒരാൾക്ക് 30 രൂപ എന്ന നിരക്കിലാണ് ഇൻസെന്റീവ് നൽകുന്നത്. ആ ഇൻസെന്റീവ് സർക്കാരിന് ബാധ്യതയാകുന്നു എന്നൊരു വാദമാണ് പ്രധാനമായും ഉയർത്തുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ വലിയ ആശങ്ക ഗുണഭോക്താക്കൾക്കുമുണ്ട്. കാരണം എങ്ങനെ പെൻഷൻ ലഭിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത കുറവൊക്കെയുണ്ട്. അതേസമയം പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർത്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. കാരണം ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്കാണ് പ്രതിപക്ഷം എത്തുന്നത്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.